സ്കോപ്പസ് ക്വിസ് 2024 പഠന ഭാഗമായ ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 2. ചോദ്യം 1. കർത്താവിന്റെ ദൂതൻ എവിടെ നിന്ന് എവിടേക്കാണ് പോയത്? ഉത്തരം: ഗിൽഗാലിൽ നിന്ന് ബോക്കീമിലേക്ക്. ചോദ്യം 2. ആർക്ക് കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് കർത്താവിന്റെ ദൂതൻ പറഞ്ഞത്? ഉത്തരം: നിങ്ങളുടെ പിതാക്കന്മാർക്ക്. ചോദ്യം 3. നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ നിങ്ങളെ എവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് കർത്താവിന്റെ ദൂതൻ പറഞ്ഞത്? ഉത്തരം: ഈജിപ്തിൽ നിന്ന്. ചോദ്യം 4. ഞാൻ എന്ത് ഒരിക്കലും ലംഘിക്കുകയില്ല എന്നാണ് കർത്താവിന്റെ ദൂതൻ പറയുന്നത്? ഉത്തരം: നിങ്ങളോട് ചെയ്ത ഉടമ്പടി. ചോദ്യം 5. ആരുമായി യാതൊരു സഖ്യവും നിങ്ങൾ ചെയ്യരുത് എന്നാണ് കർത്താവിന്റെ ദൂതൻ പറയുന്നത്? ഉത്തരം: ഈ ദേശവാസികളുമായി. ചോദ്യം 6. ഈ ദേശവാസികളുമായി യാതൊരു സഖ്യം നിങ്ങൾ ചെയ്യരുത് എന്നും അവരുടെ എന്തിനെ നശിപ്പിച്ചു കളയണമെന്നുമാണ് കർത്താവിന്റെ ദൂതൻ പറയുന്നത്? ഉത്തരം: ബലിപീഠങ്ങളെ. ചോദ്യം 7. നിങ്ങൾ എന്റെ കൽപ്പന അനുസരിക്കാതിരുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയില്ല എന്നാണ് കർത്താവിന്റെ ദൂതൻ പറയുന്നത്? ഉത്തരം: നിങ്ങളുടെ മുൻപിൽ നിന്നും ഞാൻ അവരെ പുറത്താക്കുകയില്ല. ചോദ്യം 8. ഈ ദേശവാസികൾ നിങ്ങളുടെ ആരായി തീരും എന്നാണ് കർത്താവിന്റെ ദൂതൻ പറയുന്നത്? ഉത്തരം: എതിരാളികളായി തീരും. ചോദ്യം 9. ഈ ദേശവാസികളുടെ ദേവന്മാർ നിങ്ങൾക്ക് എന്തായി തീരുമെന്നാണ് കർത്താവിന്റെ ദൂതൻ പറയുന്നത്? ഉത്തരം: കെണിയാവുകയും ചെയ്യും. ചോദ്യം 10. കർത്താവിന്റെ ദൂതൻ ഇത് അറിയിച്ചപ്പോൾ ഇസ്രായേൽ ജനം ചെയ്തത് എന്ത്? ഉത്തരം: ഉച്ചത്തിൽ കരഞ്ഞു. ചോദ്യം 11. അവർ ആ സ്ഥലത്തിന് നൽകിയ പേരെന്ത്? ഉത്തരം: ബോക്കീം. ചോദ്യം 12. ഇസ്രായേൽ ജനത്തെ പറഞ്ഞയച്ചത് ആര്? ഉത്തരം: ജോഷ്വ. ചോദ്യം 13. ഏതു ദേശം കൈവശമാക്കാനാണ് ഇസ്രായേൽ ജനം പോയത്? ഉത്തരം: തങ്ങൾക്ക് അവകാശമായി ലഭിച്ച ദേശം. ചോദ്യം 14. എന്ത് നേരിട്ട് കാണുകയും ചെയ്ത ശ്രേഷ്ഠന്മാരുടെ കാലത്താണ് ജനം കർത്താവിനെ സേവിച്ചു പോന്നത്? ഉത്തരം: കർത്താവ് ഇസ്രായേലിന് ചെയ്ത വലിയ കാര്യങ്ങൾ. ചോദ്യം 15. ഗാഷ് പർവ്വതത്തിന് വടക്കുള്ള മലനാട് ഏത്? ഉത്തരം: എഫ്രായിം. ചോദ്യം 16. എഫ്രായിം മലനാട്ടിൽ ജോഷ്വായെ എവിടെയാണ് സംസ്കരിച്ചത്? ഉത്തരം: തിമ്നാത്ത് ഹെറേസിൽ. ചോദ്യം 17. എന്തിന്റെ അതിർത്തിക്കുള്ളിലാണ് ജോഷ്വായെ അടക്കിയത്? ഉത്തരം: അവന്റെ അവകാശ ഭൂമിയുടെ അതിർത്തിക്കുള്ളിൽ. ചോദ്യം 18. ആ തലമുറ മുഴുവൻ ആരോടാണ് ചേർന്നത്? ഉത്തരം: തങ്ങളുടെ പിതാക്കന്മാരോട്. ചോദ്യം 19. ആ തലമുറയ്ക്ക് ശേഷം ആരെ അറിയാത്ത മറ്റൊരു തലമുറയാണ് വന്നത്? ഉത്തരം: കർത്താവിനെ. ചോദ്യം 20. ഇസ്രായേൽ ജനം കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്ത് സേവിച്ചു പോന്നത് ആരെ? ഉത്തരം: ബാൽ ദേവന്മാരെ. ചോദ്യം 21. ആരെയാണ് ഇസ്രായേൽ ജനം ഉപേക്ഷിച്ചത്? ഉത്തരം: ദൈവമായ കർത്താവിനെ. ചോദ്യം 22. തങ്ങളുടെ പിതാക്കന്മാരെ എവിടെ നിന്ന് കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെയാണ് ഇസ്രായേൽ ജനം ഉപേക്ഷിച്ചത്? ഉത്തരം: ഈജിപ്തിൽ നിന്ന്. ചോദ്യം 23. ആരുടെയെല്ലാം പിന്നാലെയാണ് അവർ പോയത്? ഉത്തരം: ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ പിന്നാലെ. ചോദ്യം 25. ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ എല്ലാം പിന്നാലെ പോയി എപ്രകാരമാണ് അവർ കർത്താവിനെ പ്രകോപിപ്പിച്ചത്? ഉത്തരം: ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ മുൻപിൽ കുമ്പിട്ട്. ചോദ്യം 26. കർത്താവിനെ ഉപേക്ഷിച്ച് അവർ എന്തെല്ലാം ദേവന്മാരെയാണ് സേവിച്ചത്? ഉത്തരം: ബാൽ ദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും. ചോദ്യം 27. ഇസ്രായേലിനെതിരെ ജ്വലിച്ചത് എന്ത്? ഉത്തരം: കർത്താവിന്റെ കോപം. ചോദ്യം 28. കർത്താവ് ഇസ്രായേൽക്കാരെ ഏൽപ്പിച്ചു കൊടുത്തത് ആർക്ക്? ഉത്തരം: കവർച്ചക്കാർക്ക്. ചോദ്യം 29. കവർച്ചക്കാർ ഇസ്രായേൽക്കാരെ എന്ത് ചെയ്തു? ഉത്തരം: അവരെ കൊള്ളയടിച്ചു. ചോദ്യം 30. കർത്താവ് ഇസ്രായേൽക്കാരെ വിട്ടുകൊടുത്തത് എന്തിന്? ഉത്തരം: ചുറ്റുമുള്ള ശത്രുക്കളുടെ ആധിപത്യത്തിന്. ചോദ്യം 31.
ആരോട് എതിർത്ത് നിൽക്കാനാണ് ഇസ്രായേൽക്കാർക്ക് കഴിയാതിരുന്നത്? ഉത്തരം കവർച്ചക്കാരോട്. ചോദ്യം 32. ഇസ്രായേൽ ജനത്തിന് എതിരായിരുന്നത് എന്ത്? ഉത്തരം കർത്താവിന്റെ കരം. ചോദ്യം 33. എന്ത് വരത്തക്ക വിധം കർത്താവിന്റെ കരം അവർക്കെതിരായിരുന്നു? ഉത്തരം നാശം വരത്തക്ക വിധം. ചോദ്യം 34. എവിടെയെല്ലാം നാശം വരത്തക്ക വിധമാണ് കർത്താവിന്റെ കരം അവർക്കെതിരായിരുന്നത്? ഉത്തരം ചെന്നിടത്തൊക്കെയും. ചോദ്യം 35. എപ്രകാരം മുന്നറിയിപ്പ് നൽകിയിരുന്നത് പോലെയാണ് ചെന്നിടത്തൊക്കെയും നാശം വരത്തക്ക വിധം കർത്താവിന്റെ കരം ഇസ്രായേൽക്കാർക്ക് എതിരായിരുന്നത്? ഉത്തരം കർത്താവ് ശപഥം ചെയ്ത് മുന്നറിയിപ്പ് നൽകിയതുപോലെ. ചോദ്യം 36. കർത്താവിന്റെ കരം തങ്ങൾക്കെതിരായിരുന്നതുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് അനുഭവിക്കേണ്ടി വന്നത് എന്ത്? ഉത്തരം വളരെ കഷ്ടത. ചോദ്യം 37. വളരെയേറെ കഷ്ടത അനുഭവിച്ചപ്പോൾ കർത്താവ് ആരെയാണ് നിയമിച്ചത്? ഉത്തരം ന്യായാധിപന്മാരെ. ചോദ്യം 38. എന്തിൽ നിന്നാണ് ന്യായാധിപന്മാർ ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചത്? ഉത്തരം കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന്. ചോദ്യം 39. തങ്ങളെ രക്ഷിച്ച ന്യായാധിപന്മാരെ അനുസരിക്കാതിരുന്ന ഇസ്രായേൽ ജനം അവരെ വന്ദിച്ചത് എപ്രകാരം? ഉത്തരം അന്യദേവന്മാരുടെ പുറകെ പോയി. ചോദ്യം 40. എപ്രകാരമാണ് ഇസ്രായേൽക്കാരുടെ പിതാക്കന്മാർ ജീവിച്ചിരുന്നത്? ഉത്തരം കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച്. ചോദ്യം 41. കർത്താവ് അവർ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരുന്നത് എപ്പോഴൊക്കെ? ഉത്തരം ന്യായാധിപന്മാരെ നിയമിച്ചപ്പോഴൊക്കെ. ചോദ്യം 42. അവരുടെ കാലത്ത് കർത്താവ് ജനത്തെ രക്ഷിച്ചിരുന്നത് ആരിൽ നിന്ന്? ഉത്തരം ശത്രുക്കളുടെ കയ്യിൽ നിന്ന്. ചോദ്യം 43. എന്ത് നിമിത്തമുള്ള അവരുടെ രോദനം കേട്ടാണ് കർത്താവിന് അവരിൽ അനുകമ്പ ജനിച്ചിരുന്നത്? ഉത്തരം തങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവർ നിമിത്തമുള്ള. ചോദ്യം 44. ആര് മരിക്കുമ്പോഴാണ് ഇസ്രായേൽ ജനം വഴിതെറ്റി ജീവിച്ചിരുന്നത്? ഉത്തരം ന്യായാധിപൻ. ചോദ്യം 45. ന്യായാധിപൻ മരിക്കുമ്പോൾ ഇസ്രായേൽ ജനം വഴിതെറ്റി ആരെക്കാൾ വഷളായാണ് ജീവിച്ചിരുന്നത്? ഉത്തരം തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ. ചോദ്യം 46. ന്യായാധിപന്മാർ മരിക്കുമ്പോൾ എപ്രകാരമാണ് അവർ മറ്റു ദേവന്മാരുടെ പിന്നാലെ പോയിരുന്നത്? ഉത്തരം മറ്റു ദേവന്മാരെ സേവിച്ചും നമസ്കരിച്ചും. ചോദ്യം 47. മറ്റു ദേവന്മാരുടെ പിന്നാലെ പോയിരുന്ന ഇസ്രായേൽ ജനം ഉപേക്ഷിക്കാതിരുന്നത് എന്ത്? ഉത്തരം തങ്ങളുടെ ആചാരങ്ങളും മർക്കടമുഷ്ടിയും. ചോദ്യം 48. കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് എന്ത്? ഉത്തരം ഈ ജനം അവരുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. എന്റെ വാക്കുകൾ അവർ അനുസരിച്ചില്ല. ചോദ്യം 49. ആര് മരിക്കുമ്പോൾ അവശേഷിച്ചിരുന്ന ജനതകളെ ഇസ്രായേൽക്കാരുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്? ഉത്തരം ജോഷ്വ. ചോദ്യം 50. അവശേഷിച്ചിരുന്ന ജനതകളെ അവരുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയാതിരിക്കുമ്പോൾ എപ്രകാരം നടക്കാൻ അവർ ശ്രദ്ധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് പരീക്ഷിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്? ഉത്തരം കർത്താവിന്റെ വഴികളിൽ നടക്കാൻ. ചോദ്യം 51. അതുകൊണ്ട് കർത്താവ് ആ ജനതകളെ ആരുടെ കൈകളിലാണ് ഏൽപ്പിച്ചു കൊടുക്കാതിരുന്നത്? ഉത്തരം ജോഷ്വയുടെ. നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം: ജോഷ്വയുടെ ആയുസ് എത്രയായിരുന്നു? ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക. നന്ദി.